ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. നമ്മളൊരു ട്രിപ്പ് പോവാം കേട്ടോ. കണ്ടോ, കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഫുൾ ഓണാ കേട്ടോ. നമ്മൾ പോകുന്ന പരുന്തുംപാറയ്ക്കാണ്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു പരുന്തുംപാറയ്ക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മുടെ ചേട്ടന്മാർ ഡീസലെല്ലാം അടിക്കുവാണ്. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് നമ്മൾ നേരെ പരുന്തുംപാറയ്ക്ക് വിടുവാണ്. ചിൻഡു ആദ്യം ആരുടെ അടുത്ത് അടുക്കുന്നില്ലായിരുന്നു കേട്ടോ. ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം പരിശ്രമിക്കുന്നുണ്ട് അവനെ വശത്താക്കാൻ വേണ്ടി. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ലായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് പാട്ടും ഒക്കെ ആയപ്പോഴത്തേക്കിന് പുള്ളി ഫുൾ എനർജി ആയിരുന്നു പുള്ളിക്ക്. പിന്നെ അവരുടെ അടുത്ത് നിന്ന് എൻ്റെ അടുത്തോട്ട് വരുന്നില്ലായിരുന്നു. അതുപോലെ ബഹളമായിരുന്നു. ഇതാ കേട്ടോ പൈങ്ങണപ്പള്ളി, മുണ്ടക്കയത്തുള്ള തോമസ് ലീയുടെ പള്ളി. എന്ത് ഭംഗിയെന്നറിയും പള്ളി കാണാനായിട്ട്. പുറകെ മുഴുവൻ മലയും കോടയും, അതിൻ്റെ നടുക്ക് നല്ലൊരു പള്ളി. ചിൻഡുവിന് ഉറക്കം വരുന്നുണ്ടെങ്കിലും പുള്ളി തിരിച്ച് വീട്ടിലെത്തുന്നിടം വരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഫുൾ ഡാൻസും ബഹളവുമായിട്ട് പുള്ളി അടിച്ച് പൊളിച്ച് ശരിക്കും. പോകുന്ന വഴി നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. കോടമഞ്ഞും മലയും നല്ല മഴക്കാറും. ഏഞ്ചലേച്ചിയായിട്ട് കുട്ടും കൂട്ടായി കേട്ടോ. ഏഞ്ചലേച്ചിയും ദിയ ചേച്ചിയും വർക്കി ചാച്ചനും മറിയൻ ചേച്ചിയും ആലു ചേച്ചിയും ഒക്കെ ആയിരുന്നു ടുട്ടുവിൻ്റെ ഫ്രണ്ട്സ് ഈ യാത്രയിൽ. അവരുടെ അടുത്ത് നിന്ന് എൻ്റെ അടുത്തോട്ട് വരുന്നേ ഇല്ലായിരുന്നു. അതുപോലെ കളിയായിരുന്നു അവരുമായിട്ട്. ഇവനെ ഒന്ന് സോപ്പിട്ടെടുക്കാൻ അവർ കുറേ കഷ്ടപ്പെട്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് പോയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയും ഇടിയും കാറ്റും ഒന്നും കാണാൻ മേലായിരുന്നു. അതുപോലെ കോടയുമായിരുന്നു. നോക്കിയേ, പുക പോലെ കോട, ഒന്നും കാണാൻ മേല. നല്ല മഴയായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. എന്താണേലും ഇത് ചിന്നുവിന് ലോലിപ്പോപ്പൊക്കെ കൊടുത്ത് ചേച്ചിമാർ സോപ്പിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നോക്കി, മഞ്ഞാണോ മേഘമാണോ മലയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അതുപോലത്തെ ക്ലൈമറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാരുടെ പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ചിൻഡു ഉണ്ടായിരുന്നു പാട്ട് പാടാനായിട്ട്. ഷാജിയേട്ടാന്ന് വിളിച്ചേ. ആരും കാണാത്ത സ്റ്റെപ്പൊക്കെ കേട്ടോ ചിന്നുവിൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം എത്തി കേട്ടോ. നമ്മളവിടെ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് വണ്ടിയിലിരുന്ന് കണ്ടതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വണ്ടിയിലിരുന്ന് നമ്മൾ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചു. അങ്ങനെ പരുന്തുംപാറ എത്തി. പരുന്തുംപാറ എത്തിയപ്പോഴോ കോടമഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ മേലായിരുന്നു. അതുപോലെ കോടയായിരുന്നു. ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാന്ന് പോലും നമുക്ക് കാണാൻ മേലായിരുന്നു. വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു, പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇറങ്ങി, എല്ലാവരും എടുത്ത് ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണ്. ചിൻഡു ആദ്യം തന്നെ അപ്പായം കൂട്ടി പോയി ബബിൾസൊക്കെ മേടിച്ച് കൈക്കലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ നേരെ അവിടെയുള്ളൊരു കടയിൽ കയറി നൂഡിൽസും ബജ്ജിയും കാപ്പിയും എല്ലാം മേടിച്ചു. ചിൻഡു ബബിളെല്ലാം ഊതുന്നുണ്ട് കേട്ടോ. പുള്ളി തന്നെ തുറന്ന് തന്നെ ഊതി കളിക്കുവാണ്. വലിയ സന്തോഷമാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോയാണ് ഈ ബബിൾ.
ദേ നമ്മുടെ മാഗി എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തി ഇരുന്ന് കഴിക്കുവാണ് മാഗി. ദേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും മാഗി കഴിക്കുന്നുണ്ട് കേട്ടോ. ദേ എല്ലാവരും മഴ കാരണം ഇവിടെ കയറി നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ദേ നമ്മൾ വണ്ടിയിൽ കയറി. ഏഞ്ചലേച്ചിയുടെ കണ്ണാടിയാണ് ഈ വെച്ചിരിക്കുന്നത്. അതും വെച്ച് ഷാജിപ്പാപ്പനാന്നും പറഞ്ഞിരിക്കുന്ന ഇരിപ്പാണിത്. നമ്മുടെ ചേട്ടന്മാരെല്ലാം കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവരുടെ തകർപ്പായിരുന്നു, അവരുടെ ഡാൻസ് ഒക്കെയായിരുന്നു. ഒരു അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് നിർത്തി കേട്ടോ. കുറച്ച് പേരകത്തും ബാക്കിയുള്ളവർ പുറത്ത് ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ചിന്നു ദേ ആലു ചേച്ചിയുടെ അടുത്ത് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. അവരോട് എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുമുണ്ട്. നമ്മൾ മേടിച്ച ഫുഡ് ഇതൊക്കെയായിരുന്നു. വെജ് പുലാവ്, പെപ്പർ ചിക്കൻ, ചിക്കൻ 65, പൊറോട്ട. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വീണ്ടും വണ്ടിയിലോട്ട് കയറി ബാക്കി തകർപ്പ് തുടങ്ങി. നമ്മൾ ആറുകൂടിയ ട്രിപ്പ് പോയെന്ന് പറഞ്ഞില്ലല്ലോ. ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സാണ്, എന്നാൽ ഫാമിലി ആണോ എന്ന് ചോദിച്ചാൽ ഫാമിലിയാണ്. എന്താവശ്യത്തിനും ആദ്യം ഓടിയെത്തുന്ന കുറച്ച് പേര്, അതാണ് ഇവർ. അപ്പം ദേ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ദേ പിള്ളേർ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.